Draw a rectangle of width 5 cm and height 3 cm. ഒരു ചതുരം വരയ്ക്കണം. അതിന്റെ നീളം 5 cm ആയിരിക്കണം. വീതി എത്രയായിരിക്കണം? 3 cm ആയിരിക്കണം. Question number 1. Draw a rectangle of the same area with 6 cm. ഒരു വശം 6 cm ആക്കിയിട്ട് ഇതേ റെക്ടാങ്കിളിന്റെ അതേ ഏരിയയിലുള്ള അതേ പരപ്പുള്ള മറ്റൊരു റെക്ടാങ്കിൾ വരയ്ക്കണം. അതേ ഏരിയ ആയിരിക്കണം. Draw a square of the same area. അതുകൂടാതെ നിങ്ങൾ എന്തെങ്കിലും വരയ്ക്കണം, സ്ക്വയറും കൂടി വരയ്ക്കണം. രണ്ട് ക്വസ്റ്റ്യൻ അതിനകത്തുള്ളത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ അത്ര അങ്ങനെ എളുപ്പമൊന്നുമല്ല, പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എളുപ്പമാണ്. അപ്പൊ ആദ്യത്തെ നമുക്ക് അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ തിയറി എന്താണ്? തിയറി ഇത്രയോ, നമ്മുടെ സർക്കിളില് ഒരു സർക്കിളില് രണ്ട് വരകൾ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്താൽ, ഓക്കെ, സപ്പോസ് ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി, ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് എന്താണ് ഡി. ഡി പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ആയിരിക്കും. ഈ പോയിന്റ് പി ആയിരിക്കും. അതിനകത്ത് എ പി ഇൻറ്റു പി ബി സീക്വൻസ് എന്താണ്? സി പി ഇൻറ്റു പി ഡി ആയിരിക്കും. ഇതാണ് നമ്മുടെ തിയറി. എ പി ഇൻറ്റു പി ബി സീക്വൻസ് എന്താണ്? സി പി ഇൻറ്റു പി ഡി. മനസ്സിലാവുന്നുണ്ടോ? ഈ തിയറി വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു റെക്ടാങ്കിൾ ഏരിയ എന്ന് പറയുന്നതാണ്. ഒരു റെക്ടാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ്. ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ എങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു എന്താണ്? വീതിയാണ്. മനസ്സിലായോ? വാച്ചിന്റെ ദൂരം റെക്ടാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഇൻറ്റു വീതിയാണ്. അപ്പൊ ഈ നീളവും വീതിയും, ഈ നീളം എന്ന് പറയുന്നത് നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇത്ര ഭാഗം നീളവും ഇത്ര ഭാഗം വീതിയായിരിക്കും. മനസ്സിലായോ? അങ്ങനെ ആവുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അങ്ങനെയാണ് സാർ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ 5 സെന്റിമീറ്റർ നീളത്തില് നമുക്കൊരു വര വരയ്ക്കണം. ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മൾ എന്താണ് 5 സെന്റിമീറ്റർ നീളത്തില് ഒരു വര വരയ്ക്കണം. ഞാൻ പേരിടുകയാണ് എ ബി. 5 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചു. ഓക്കെ, എന്നിട്ട് ഇത് 90 ഡിഗ്രി വേണം, എന്നാലും റെക്ടാങ്കിൾ ആവും. അപ്പൊ എളുപ്പമാർഗം എന്ന് വെച്ചാൽ പൊട്രാക്ട് ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി കുത്തിട്ടിട്ട് മുകളിലേക്ക് ഒരു വര വരയ്ക്കും. അതുപോലെ പൊട്രാക്ട് ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി കുത്തിട്ട് മുകളിലേക്ക് ഒരു വര വരയ്ക്കും. കണ്ടോ? ഇതിന്റെ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കാം, അതിന്റെ ഇവിടെ കുത്താം, എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യാം. കണ്ടോ? അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ ഉണ്ട്? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യും. സോ ഇപ്പൊ അവർ ആദ്യം പറഞ്ഞ കേസായി 3 സെന്റിമീറ്റർ വീതിയും 5 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു എന്തായി റെക്ടാങ്കിൾ. അത് ആദ്യം വരയ്ക്കുക. കിട്ടിയോ? അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റെക്ടാങ്കിൾ വരച്ചു. സെക്കൻഡ് സ്റ്റെപ്പില് മനസ്സിലാവാത്ത മാത്രം ശ്രദ്ധിച്ചാൽ മതി. സെക്കൻഡ് സ്റ്റെപ്പില് എന്താ ചെയ്യേണ്ടത്? നമ്മൾ എ ബി വരച്ചു. എ ബി 5 സെന്റിമീറ്റർ വരച്ചു. അതിനുശേഷം നമ്മൾ ചതുരം വരച്ച് വെച്ചേക്കാണ്. ചതുരം 3 സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഇനി ഈ ബി 1 സെന്റിമീറ്റർ നീട്ടാം. 1 സെന്റിമീറ്റർ. ആ ഒരു പോയിന്റിന്റെ പേരാണ് ഇ. ഓക്കെ, എന്നിട്ട് എയിൽ നിന്ന് ഇ വരെയുള്ള അളവ് കോമ്പസിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ താഴേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന്റെ പേരാണ് എഫ്. ഇനി 3 സെന്റിമീറ്റർ നീളത്തിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ചതുരത്തിന്റെ വീതിയുടെ അത്രയും നീളത്തിൽ ഇങ്ങോട്ട് വര വരയ്ക്കാം. 3 സെന്റിമീറ്റർ. അതിന്റെ പേര് ജി എന്നാണ്. ഇനി ചെയ്യേണ്ടത് ജി എഫിലേക്ക് ജോയിൻ ചെയ്യുക, ബിയിലേക്കും ജോയിൻ ചെയ്യുക. ഇപ്പൊ ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ ജി എഫ് ബി. ഇനി ഈ ട്രയാങ്കിളിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും 2 വശങ്ങളുടെ സമഭാജ്യം എടുക്കും. സമഭാജ്യം എങ്ങനെ എടുക്കുന്നത്? കോമ്പസിൽ ഒരു അളവ് എടുത്തിട്ട് ഇവിടെ കുത്താം. ഈ വശത്തിന്റെ സമഭാജ്യം എടുക്കണമെങ്കിൽ കോമ്പസിൽ അളവ് എടുത്തിട്ട് ഇവിടെ കുത്താം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ എ ബി, ഇതിന്റെ സമഭാജ്യം എടുക്കണമെങ്കിൽ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കും. അതേ അളവ് തന്നെ ഇപ്പുറത്ത് കുത്തിയിട്ട് ഇവിടെ വരയ്ക്കാം. എന്നിട്ട് ഈ 2 പോയിന്റിൽ മാർക്ക് കുത്തിട്ട് ഇവിടെ കുത്താം. ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ കുത്തി ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ കുത്തി താഴേക്ക് വരയ്ക്കാം. ഇവിടെ കുത്തി താഴേക്ക് വരയ്ക്കാം. ജോയിൻ ചെയ്താൽ ഇതിന്റെ സമഭാജ്യമായി. സിമിലർലി നമ്മള് ഈ ഒരു വശത്തിന്റെ സമഭാജ്യം വരയ്ക്കാം. അപ്പൊ ജിയിൽ കുത്തിയിട്ട് ഇവിടെ വരയ്ക്കാം. കോമ്പസിൽ എന്താ എടുത്താണ് വരയ്ക്കണം, അത് വ്യത്യാസം വരുത്താതെ ഇവിടെ കുത്തിയിട്ട് ഇപ്പുറത്തും വരയ്ക്കാം. കണ്ടോ?
എന്നിട്ട് ഈ മൂലയിൽ കുത്തിയിട്ട് ഇവിടെ കട്ട് ചെയ്യുന്ന ഇവിടെ കുത്തിയിട്ട് ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം. ആ അളവ് വ്യത്യാസപ്പെടുത്താതെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം. അത് ജോയിൻ ചെയ്യും. അപ്പൊ ഇത് സെന്ററിലൂടെ പോയി. അതേപോലെ ഈ വശത്തിന്റെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കാം, ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കാം, ഇതിന് കുത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ വരയ്ക്കാം, ജോയിൻ ചെയ്യും. സോ ഇവിടെയാണ് ഇവിടെയാണ് ഇതിന്റെ സെന്റർ കിട്ടുന്നത്. ഈ സെന്ററിൽ നിന്ന് ഈ പറയുന്ന ബിയിലേക്കോ സെന്ററിൽ നിന്ന് എഫിലേക്കോ സെന്ററിൽ നിന്ന് ജിയിലേക്കോ ഉള്ള അളവ് എടുത്തിട്ട് ഒരു വൃത്തം അങ്ങോട്ട് വരയ്ക്കും. സ്റ്റെപ്പ്. അപ്പൊ ഇത് വന്ന് മുട്ടുന്നത് ഇവിടെ ഒരു പോയിന്റ് ആയിരിക്കും. ആ പോയിന്റിന്റെ പേരാണ് എച്ച്. കിട്ടിയോ? കിട്ടി. നമ്മൾ ഈ താഴേക്ക് വരയ്ക്കുന്ന ഈ വരിയില്ലേ അത് എത്ര സെന്റിമീറ്റർ ഉണ്ടാവും? 6 സെന്റിമീറ്റർ ഉണ്ടാവും. കാരണം നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വരച്ച 6 സെന്റിമീറ്റർ ഇല്ലേ, ആ റേഡിയസ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പൊ അതേ അളവ് തന്നെ ഇവിടെ ഉണ്ടാവും. കണ്ടോ? അപ്പൊ 6 സെന്റിമീറ്റർ ഇവിടെയായി. ക്ലിയർ? നമ്മുടെ തീയതി പ്രകാരം ഒരു വൃത്തത്തില് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇതേ ഇൻറ്റു ഇത് സിക്കൽ ടു ഇതേ ഇൻറ്റു ഇത്. കണ്ടോ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. കണ്ടോ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 3 ഇൻറ്റു 5 എത്രയാണ്? 15. അത് തന്നെ ഇവിടെ 6 ഇൻറ്റു ഇവിടെ ബാക്കി എത്രയോ ഉണ്ട്, അത് രണ്ട് സെയിം ആയിരിക്കും. അപ്പൊ ഇതൊരു വശവും ഇത് വേറൊരു വശവും ആവുന്ന ചതുരമാണ് വരയ്ക്കേണ്ടത്. ഇത് വശവും ഇവിടെ കിടപ്പുണ്ട് 6 സെന്റിമീറ്റർ. ഇനി ഇതിവിടെ വശമാവണം, ഇത് നീളമാവണം. ഇവിടെ ഓൾറെഡി 3 സെന്റിമീറ്റർ വശമുണ്ട്. ആ വശം ഇപ്പുറത്തും കൂടി വന്നാൽ മതി. അപ്പൊ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഈ അളവ് ഈ 3 സെന്റിമീറ്ററിന്റെ അളവ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കും. ക്ലിയർ? എന്നിട്ട് ജോയിൻ ചെയ്യും. അപ്പോ നമ്മൾ ഉദ്ദേശിച്ച ചതുരമായി. ഇങ്ങനെയാണ് ഈ പ്രൊസീജിയർ. ഓക്കെ, അതുകൊണ്ട് പറയാം. ആദ്യം തന്നെ 5 സെന്റിമീറ്റർ വര വരയ്ക്കുന്നു, 1 സെന്റിമീറ്റർ നീട്ടി വരയ്ക്കുന്നു, അതിന്റെ പേര് ഈ അടയാളപ്പെടുത്തുന്നു. 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ചതുരം വരയ്ക്കുന്നു. ആദ്യം 5 സെന്റിമീറ്റർ വര, പിന്നെ ചതുരം 3 സെന്റിമീറ്റർ വരയ്ക്കുന്നു, 1 സെന്റിമീറ്റർ നീട്ടി വരയ്ക്കുന്നു, കോമ്പസ് ഇവിടെ കുത്തുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു, ഇത് താഴേക്ക് നീട്ടി വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 6 സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ ആവും. മനസ്സിലായോ? ഈ 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ക്ലിയർ? എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുന്നു, ഈ ബി ജോയിൻ ചെയ്യുന്നു, ഈ ജി ജോയിൻ ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ കിട്ടുന്നു. ആ ട്രയാങ്കിൾ ഒരു വശത്തിന്റെ സമവാക്യം എടുക്കുന്നു, മറ്റേ വശത്തിന്റെ സമവാക്യം എടുക്കുന്നു, സെന്ററിൽ കുത്തുന്നു, ഈ മൂലയ്ക്ക് അളവ് എടുക്കുന്നു, റൗണ്ട് വരയ്ക്കും. ആ റൗണ്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന അളവ് എടുത്തിട്ട് ഇവിടെ വരയ്ക്കുന്നു. കണ്ടോ? എന്നിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ you will get എന്താണ്? A rectangle equal to the same area of the previous rectangle. ആദ്യത്തെ റെക്ടാങ്കിളിന്റെ അതേ ഏരിയയിലാണ്.